PDC അത്ര ചെറിയ ഡിഗ്രിയല്ല എന്ന സിനിമയിലെ അഭിനേതാക്കളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിനിമ എങ്ങനെയായിരുന്നുവെന്നും അവരുടെ അനുഭവം എന്തായിരുന്നുവെന്നും നമുക്ക് അവരോട് ചോദിക്കാം. ഒരു ക്യാരക്ടർ അഭിനയിച്ചല്ലേ? എന്ത് ക്യാരക്ടർ അഭിനയിച്ചേ? ഞാൻ വിനയൻ എന്ന് പറയുന്ന ഒരു കോഴി ക്യാരക്ടറാണ് ഇതിൽ ചെയ്തേക്കുന്നത്. സന്തോഷ് കീഴാറ്റൂർ സാറിന്റെ ചെറുപ്പം ഞാൻ അഭിനയിച്ചേക്കുന്നത് ഇതിൽ. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഇത് ആദ്യ സിനിമയാണ്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മൊത്തത്തിൽ ക്രൂ എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും നല്ല അഭിനയിക്കുന്നവരാണ്. എല്ലാവരുടെയും ആദ്യ സിനിമ തന്നെയാണ്. എന്താണ് സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്? എന്താണ്? ഒരു പഴയ കൂട്ടായ്മ ഒന്നിക്കുന്നു, ഒരു ഗ്രൂപ്പിലൂടെ ഒരു ക്രിയേറ്റ് ചെയ്ത് അവർ ഒന്നിക്കുന്നു, അതേ തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ മെയിൻ. എല്ലാവർക്കും ഒരു പഴയ കാലഘട്ടത്തിൽ 90s കാലഘട്ടത്തിലോട്ട് എത്താൻ പറ്റും. അങ്ങനത്തെ ഒരു ഫിലിമാണിത്, മൂവി തന്നെയാണിത്. എല്ലാവർക്കും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റും. ബയോഫിക്ഷണൽ മൂവിയായത് തന്നെയാണ്. സിനിമയിൽ ഏത് ക്യാരക്ടറാണ്? ദേവിക എന്ന് പറയുന്ന ക്യാരക്ടറാണ് അഭിനയിക്കുന്നത്. എൻ്റെ പേര് രഞ്ജിമ. നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്നതാണ് മെയിനായിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് അനുഭവങ്ങളൊക്കെ? നല്ലതായിരുന്നു. എൻജോയ് ചെയ്ത്. എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ടറും എല്ലാവരും? ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്ത് കണ്ടുപോകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കാണാൻ നല്ലൊരു മൂവിയാണ്. പേരെന്താ? കല്യാണി. ഏത് ക്യാരക്ടർ അഭിനയിച്ചു? റാണി എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ പെയറായിട്ട് അങ്ങനെ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സെറ്റിലായാലും ഇപ്പോൾ തിയേറ്ററിലായാലും മൂവി കണ്ടപ്പോഴൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല എൻജോയ് ചെയ്തു ഷൂട്ടിങ്ങിൻ്റെ ടൈമും എല്ലാം. പിന്നെ ഞങ്ങളെ സെലക്ട് ചെയ്ത ഉണ്ണി അങ്കിൾ അവരാണ് ഇമെയിൽ ചെക്ക് ചെയ്തതെല്ലാം സെലക്ട് ചെയ്തപ്പോൾ അവർക്കൊക്കെ നല്ല താങ്ക്സ് ഉണ്ട്. സിനിമ കാണാൻ വരുന്നവരോട് എന്താ പറയാനുള്ളത്? ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. എല്ലാവരും വന്ന് കാണണം. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. ഏത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള? എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാൻ പോർട്രേ ചെയ്യുന്നത് ജോൺ തോമസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്താ സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു വൺ ലൈന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സിനിമ? തികച്ചും ഫാമിലി ഒരു എൻ്റർടൈനർ ആണ്. എല്ലാവർക്കും ഏജ് ചെയ്ത് കാറ്റഗറിയിലുള്ള പ്രശ്നമാകത്തില്ല. കാരണം ചിരിച്ചും കളിച്ചൊക്കെ നമുക്കത് സിനിമ മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? അത് ഇവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓഡിഷൻ വഴി നമ്മുടെ അടുത്ത് എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പം എല്ലാവർക്കും ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡയറക്ടറും DOP എല്ലാവരും നല്ലൊരു ഫ്രണ്ട്ലി, ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നമ്മളായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്കൊരു പ്രശ്നവും ഒന്നിൻ്റെയും ബുദ്ധിമുട്ടൊന്നും അവർ അറിയിച്ചില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഏത് ക്യാരക്ടർ? പേര് അളകയെന്നാണ്. ഞാൻ സോനു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. നമ്മുടെ സോന നായർ മാമിൻ്റെ ഒരു പ്രീ ഡിഗ്രി ടൈം. ഇതൊരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രീ ഡിഗ്രി എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചൊരു കുട്ടിക്ക് അല്ലെങ്കിൽ അവർ വലുതായി കഴിഞ്ഞൊരു പ്രോബ്ലം വന്നപ്പോൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ എല്ലാവരും കൂടെ ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ല മൂവിയാണ്. ഒരു ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ്. ഏത് ഏജ് ആയാലും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ.